ഹലോ ഫ്രണ്ട്സ്, ലാസ്റ്റ് ക്ലാസ്സിൽ നെറ്റ്വർക്ക് ഡയഗ്രാംസ് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ആ നെറ്റ്വർക്ക് ഡയഗ്രത്തിൻ്റെ അനാലിസിസ് ആണ് ഫസ്റ്റ് പറയുന്നത്. ക്രിട്ടിക്കൽ പാത്ത് അനാലിസിസ്, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഈ പാർട്ടിൽ നിന്നും ഉണ്ടാവും. അതായത് ഒരു പ്രോബ്ലം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ എന്താണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് നോക്കാം. The critical path for any network is the longest path through the entire network. നമുക്കറിയാം, ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞെങ്കിൽ പല പാത്തിലൂടെയാണ് ഒരു സ്റ്റാർട്ടിങ് ഇവൻറ്റിൽ നിന്നും ഒരു എൻഡിങ് ഇവൻറ്റിലേക്ക് പല പാത്തിലൂടെയാണ് നെറ്റ്വർക്ക് മൂവ് ചെയ്യുക. അതിലെ ഏറ്റവും ലോങ്ങസ്റ്റ് പാത്തിനാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയാം. തെറ്റിദ്ധരിക്കരുത്, ലോങ്ങസ്റ്റ് പാത്ത് എന്ന് പറയണമെങ്കിൽ ആരോൻ്റെ നീളം അനുസരിച്ചിട്ട് അല്ല, ഡ്യൂറേഷൻ അനുസരിച്ചിട്ടാണ് ലോങ്ങസ്റ്റ് പാത്ത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്പർ ഓഫ് ആരോസോ അല്ലെങ്കിൽ ആരോസിൻ്റെ ലെങ്ത്തിനൊന്നും പ്രത്യേകിച്ച് സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. ബട്ട് ഡ്യൂറേഷൻ നോക്കുക, ഏറ്റവും കൂടുതൽ ഡ്യൂറേഷനുള്ള പാത്താണ് ക്രിട്ടിക്കൽ പാത്ത്. സിൻസ് ഓൾ ദ ആക്ടിവിറ്റീസ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് ടു കംപ്ലീറ്റ് ദ എൻറ്റയർ പ്രോജക്റ്റ്, ദ ലെങ്ത് ഓഫ് ദ ക്രിട്ടിക്കൽ പാത്ത് ഈസ് ഓൾസോ ദ ഷോർട്ടസ്റ്റ് ടൈം അലോവബിൾ ഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ പ്രോജക്റ്റ്. നോക്കുക, ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയണമെങ്കിൽ അതിലെ ഏറ്റവും കൂടുതൽ ഡ്യൂറേഷനുള്ള പാത്താണെന്ന് പറഞ്ഞു. സേ ഇറ്റ് ഈസ് 50 ഡേയ്സ് ആണെന്ന് വിചാരിക്കുക. എല്ലാ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ആയി മാത്രം, ആ നെറ്റ്വർക്കിലുള്ള എല്ലാ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ആയി മാത്രമേ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റൂ. ആൻഡ് വി ഹാവ് ദ ഡ്യൂറേഷൻ ഓഫ് ദ ക്രിട്ടിക്കൽ പാത്ത് ഈസ് 50 ഡേയ്സ്. 50 ദിവസമാണ് ഇതിലെ ലോങ്ങസ്റ്റ് പാത്ത് എന്ന് പറയുകയാണെങ്കിൽ. ദാറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ പ്രൊജക്റ്റ്. ആ 50 ദിവസം മിനിമം വേണം ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസും, അതായത് ഈ ക്രിട്ടിക്കൽ പാത്തിൽ പെടാത്ത എല്ലാ ആക്ടിവിറ്റീസും അതിൻ്റെ ഉള്ളിൽ തന്നെ നടന്നു നോക്കോളും. ബട്ട് ഈ ക്രിട്ടിക്കൽ പാത്തിൻ്റെ ഡ്യൂറേഷൻ എത്രയാണോ, ദാറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ടൈം അവൈലബിൾ ഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ പ്രൊജക്റ്റ്. If the project is to be completed at the shortest time, all activities on the critical path must be started as soon as possible. നമ്മളൊരു പ്രൊജക്റ്റ് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ആ പ്രൊജക്റ്റ് കുറച്ചും കൂടെ വേഗത്തിൽ നടക്കണം. ഇപ്പോൾ നേരത്തെ നമ്മൾ 50 ഡേയ്സിലേക്ക് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്, അത് പെട്ടെന്ന് 40 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ക്രിട്ടിക്കൽ പാത്തിലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഡ്യൂറേഷൻ കുറച്ചാൽ മാത്രമേ, ക്രിട്ടിക്കൽ പാത്തിലുള്ള ആക്ടിവിറ്റീസിൻ്റെ ഡ്യൂറേഷൻ കുറച്ചാൽ മാത്രമേ ആ പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ കുറയുള്ളൂ. ആക്ടിവിറ്റീസിൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റിസോഴ്സിനെ കൂടുതലായിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് മാനിനെ കൂടുതലായിട്ട് കൊടുക്കാം, അതുപോലെ തന്നെ ലേബേഴ്സിനെ കൂടുതലായിട്ട് കൊടുത്തിട്ട് നമുക്ക് ക്രിട്ടിക്കൽ പാത്തിലുള്ള ആക്ടിവിറ്റീസിൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ക്രിട്ടിക്കൽ പാത്തിലുള്ള ആക്ടിവിറ്റീസിനെ നമ്മൾ വിളിക്കുന്നത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്നാണ്. ക്രിട്ടിക്കൽ പാത്തിലുള്ള ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. അതായത് ക്രിട്ടിക്കൽ പാത്തിൽ ഇല്ലാത്ത ആക്ടിവിറ്റീസ് ഈസ് നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. ആൻഡ് ഇഫ് ദ പ്രൊജക്റ്റ് ഹാസ് ടു ബി കംപ്ലീറ്റഡ് ahead of the schedule, then the time required for at least one of the critical activities must be reduced. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഷെഡ്യൂൾ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ, അതായത് നമ്മൾ ആദ്യം തീരുമാനിച്ചിരിക്കുന്ന ഷെഡ്യൂൾ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിൻ്റെ ഡ്യൂറേഷൻ കുറച്ചുകൊണ്ട് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഫർദർ, എനി ഡിലേ ഇൻ കംപ്ലീറ്റിംഗ് ദ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് വിൽ ഇൻക്രീസ് ദ പ്രോജക്റ്റ് ഡ്യൂറേഷൻ. ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിലുണ്ടാകുന്ന ഡിലേ എന്ന് പറയുകയാണെങ്കിൽ പ്രോജക്റ്റ് ഡ്യൂറേഷൻ ഡിലേ ചെയ്യിക്കും. നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി, ക്രിട്ടിക്കൽ പാത്തിൽ പെടാത്ത ആക്ടിവിറ്റീസിന് നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയും. നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിന് സ്ലാക്ക് ടൈം ഉണ്ടാവും. സ്ലാക്ക് എന്ന് പറയണമെങ്കിൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ടൈം ബൈ വിച്ച് ദ സ്റ്റാർട്ട് ഓഫ് ആൻ ആക്ടിവിറ്റി മേ ബി ഡിലൈഡ് വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ഓവറോൾ കംപ്ലീഷൻ ഓഫ് ദ പ്രൊജക്റ്റ്. നമുക്ക് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിന്, അതായത് ക്രിട്ടിക്കൽ പാത്തിലുള്ള ആക്ടിവിറ്റീസിന് സ്റ്റാർട്ടിങ് ഓഫ് ദ ആക്ടിവിറ്റിക്കും എൻഡിങ് ഓഫ് ദ ആക്ടിവിറ്റിക്കും ഒരു സ്പെസിഫൈഡ് ടൈം ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല. ബട്ട് നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിന് നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടിങ് ഓഫ് ദ ആക്ടിവിറ്റി, നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിൽ
ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ടിംഗ് ടൈം വേണമെങ്കിൽ ഒന്ന് ഡിലേ ചെയ്യിക്കാം വിത്തൗട്ട് എഫക്റ്റിംഗ് ദ ഓവറോൾ കംപ്ലീഷൻ ടൈം ഓഫ് ദ പ്രൊജക്റ്റ്. ഓക്കെ, അതിന് ആ നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിന് അങ്ങനത്തെ ഒരു അലൗവബിൾ ലിമിറ്റ് നമുക്ക് കിട്ടും. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാകും. ജസ്റ്റ് ഡെഫിനിഷൻസ് മാത്രം പഠിച്ചു വയ്ക്കാം. ദെൻ ഷെഡ്യൂളിംഗ് ഓഫ് ആക്ടിവിറ്റീസ്. ഷെഡ്യൂളിംഗ് ഓഫ് ആക്ടിവിറ്റീസിൽ ഏർലിയസ്റ്റ് ടൈം ആൻഡ് ലേറ്റസ്റ്റ് ടൈം. ഏർലിയസ്റ്റ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫോർവേഡ് പാസ് കമ്പ്യൂട്ടേഷനിലൂടെയും ലേറ്റസ്റ്റ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബാക്ക്വേർഡ് പാസ് കമ്പ്യൂട്ടേഷനിലൂടെയാണെന്നുള്ളത് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത പ്രോബ്ലത്തിൽ ക്ലിയർ ആയിട്ട് പഠിക്കാം. ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ഫ്ലോട്ട് ആൻഡ് സ്ലാക്ക് ടൈംസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിനാണ് സ്ലാക്ക്, അതുപോലെ തന്നെ സെയിം മീനിങ് ഫ്ലോട്ടും ഒക്കെ ഉണ്ടാവുക. എ ഫ്ലോട്ട് ഓഫ് ആൻ ആക്ടിവിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് ടൈം അവൈലബിൾ ബൈ വിച്ച് it is possible to delay the completion time without extending the overall project completion time. ഓവറോൾ പ്രൊജക്റ്റ് കംപ്ലീഷൻ ടൈമിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിനെ ചെറുതായിട്ട് ഡിലേ ചെയ്യിക്കാനോ ഒക്കെ സാധിക്കും. അതിനാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ഫ്ലോട്ട്സ്, അത് ടോട്ടൽ ഫ്ലോട്ട്, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട്, അതുപോലെ തന്നെ ഫ്രീ ഫ്ലോട്ട്, ഇതിൻ്റെയൊക്കെ വാല്യൂ കണ്ടുപിടിക്കാനുള്ളത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ആദ്യത്തെ ഈ നൊട്ടേഷൻസൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഫസ്റ്റ് വൺ ഈസ് TIJ. ഇറ്റ് ഈസ് ദ ഡ്യൂറേഷൻ ഓഫ് ദ ആക്ടിവിറ്റി. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ഈ പ്രോബ്ലംസ് തെറ്റാൻ ചാൻസ് ഉണ്ട്. TIJ ഈസ് ദ ഡ്യൂറേഷൻ ഓഫ് ദ ആക്ടിവിറ്റി. നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ആരോയിൽ കാണിച്ചിരിക്കുന്നതാണ് ആക്ടിവിറ്റി അല്ലേ. ഇപ്പോൾ ദിസ് ഈസ് ith ഇവൻറ്റ് ആൻഡ് ദിസ് ഈസ് jth ഇവൻറ്റ് ആണെന്ന് വിചാരിക്കാം. ഫസ്റ്റ് ഇവൻറ്റ് I ആണ്, രണ്ടാമത്തെ ഇവൻറ്റ് J ആണ്. ആൻഡ് ദിസ് ഈസ് ദ ഹെഡ് ഇവൻറ്റ് ആൻഡ് ദിസ് ഈസ് ദ ടെയിൽ ഇവൻറ്റ് അല്ലേ. ഈ ഹെഡ് ഓഫ് ദ ആരോ ഉള്ള സ്ഥലമാണ് ഹെഡ് ഇവൻറ്റ്, ഈ ആരോൻ്റെ ടെയിലുള്ള സ്ഥലമാണ് ടെയിൽ ഇവൻറ്റ്. അത് മാറിപ്പോകരുത്. സോ TIJ ഈസ് ദ ഡ്യൂറേഷൻ ഓഫ് ദിസ് ആക്ടിവിറ്റി. ഡ്യൂറേഷൻ ഓഫ് IJ എന്ന് പറഞ്ഞിട്ടുള്ള ഇവൻറ്റിൻ്റെ ആക്ടിവിറ്റിയാണ് IJ എന്ന് പറഞ്ഞാൽ ആ IJയുടെ ഡ്യൂറേഷനാണ് TIJ. നെക്സ്റ്റ് ഈസ് TE ഈസ് ദ ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം. E എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഏർലിയസ്റ്റും L എന്ന് പറയുകയാണെങ്കിൽ അത് ലേറ്റസ്റ്റും ആണ്. ഇപ്പോൾ ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഏർലിയസ്റ്റ് സ്റ്റാർട്ടിങ് ടൈം, അതായത് തുടങ്ങാൻ പറ്റിയ ഏറ്റവും നേരത്തെ തുടങ്ങാൻ പറ്റിയ ടൈമിനാണ് നമ്മൾ ഏർലിയസ്റ്റ് എന്നുള്ള വാക്കുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. വിത്തൗട്ട് അഫക്റ്റിംഗ് ദ പ്രൊജക്റ്റ് കംപ്ലീഷൻ നമുക്ക് തുടങ്ങാൻ പറ്റിയ ഏറ്റവും ലാസ്റ്റ് ടൈമിനാണ് നമ്മൾ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലേറ്റസ്റ്റ് അലോബിൾ ടൈം, തുടങ്ങാൻ പറ്റിയ ഏറ്റവും നേരത്തെ ടൈം ഈസ് ഏർലിയസ്റ്റ്. ആൻഡ് വിത്തൗട്ട് എഫക്റ്റിംഗ് ദ കംപ്ലീഷൻ ഓഫ് ദ പ്രൊജക്റ്റ് നമുക്ക് ലേറ്റ് ആക്കാൻ പറ്റുന്ന മാക്സിമം ടൈമാണ് ലേറ്റസ്റ്റ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ TE എന്ന് പറയണമെങ്കിൽ ഇറ്റ് ഈസ് ദ ഏർലിയസ്റ്റ്, ഈ ഉള്ളത് ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം. TL എന്ന് പറയണമെങ്കിൽ L ഉള്ളതുകൊണ്ട് ഇറ്റ് ഈസ് എ ലേറ്റസ്റ്റ് അലോബിൾ ടൈം. നെക്സ്റ്റ് ഈസ് ESIJ. E ഉള്ളതുകൊണ്ട് ദാറ്റ് ഈസ് ഏർലിയസ്റ്റ്. S മീൻസ് സ്റ്റാർട്ട്. ഏർലിയസ്റ്റ് ESIJ എന്ന് പറയണമെങ്കിൽ ഇസ് ദ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം ഓഫ് ദ ആക്ടിവിറ്റി. IJ എന്ന് പറയണമെങ്കിൽ ദാറ്റ്സ് ആൻ ആക്ടിവിറ്റി. ദിസ് ഈസ് IJ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റി. ഇത് I ആണ്, ഇത് J ആണ്. IJ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റിയുടെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം ആണ് ESIJ. ആൻഡ് EFIJ എന്ന് പറയണമെങ്കിൽ ഈ ഉള്ളതുകൊണ്ട് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം ഓഫ് ദ ആക്ടിവിറ്റി IJ. ഈ ആക്ടിവിറ്റി നേരത്തെ ഫിനിഷ് ചെയ്യാൻ പറ്റിയ ആ ടൈമിനാണ്
ഇറ്റ് ഇസ് ദ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം ഓഫ് ദ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഈ ഉള്ളതുകൊണ്ട് ഏർലിയസ്റ്റ് എഫ് ഈസ് ഫിനിഷ്. സിമിലർലി എൽ എസ് ഐ ജെ എന്ന് പറയണമെങ്കിൽ എൽ ഉള്ളതുകൊണ്ട് ഇറ്റ് ഈസ് എ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം ഓഫ് ദ ആക്ടിവിറ്റി ഐ ജെ, ആൻഡ് എൽ എഫ് ഐ ജെ എന്ന് പറഞ്ഞെങ്കിൽ ഇറ്റ് ഈസ് എ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം ഓഫ് ദ ആക്ടിവിറ്റി. ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവരുത്, because it is very very important. And next is the floats. 3 ഫ്ലോട്ടുകളാണ് പഠിക്കാനുള്ളത്: ടോട്ടൽ ഫ്ലോട്ട്, ഫ്രീ ഫ്ലോട്ട് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട്. ഫസ്റ്റ് വൺ ഈസ് ടോട്ടൽ ഫ്ലോട്ട് ടി എഫ് ഐ ജെ. ടോട്ടൽ ഫ്ലോട്ടിനാണ് ടി എഫ് എന്ന് പറയുന്നത്. ടി എഫ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്ലോട്ട് ബിറ്റ്വീൻ ഐ ജെ എന്ന് പറഞ്ഞുള്ള ആക്ടിവിറ്റിയുടെ ടോട്ടൽ ഫ്ലോട്ട്. It is the total float of an activity is the difference between the latest start time and the earliest start time of an activity. Latest minus earliest ടൈമിനെയാണ് നമ്മൾ ടോട്ടൽ ഫ്ലോട്ട് എന്ന് പറയുന്നത്. It is total float TFIJ is equal to LSIJ. LS എന്ന് പറഞ്ഞെങ്കിൽ it is the latest start time of IJ minus ESIJ. It is the earliest start time of IJ. സോ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം മൈനസ് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈമിനാണ് നമ്മൾ ടോട്ടൽ ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ വേറൊരു ഫോർമുല എന്ന് പറയുമെങ്കിൽ ടി എൽ മൈനസ്, ദറ്റ് ഈസ് എൽ ഉള്ളതുകൊണ്ട് ലേറ്റസ്റ്റ് അലോവബിൾ ടൈം മൈനസ് ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം മൈനസ് ടി ഐ ജെ ആണ് ടോട്ടൽ ഫ്ലോട്ട് കണ്ടുപിടിക്കാനുള്ള ഈക്വേഷനാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരിക. ഓർത്ത് വയ്ക്കുക. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ ഫ്രീ ഫ്ലോട്ട്. ഫ്രീ ഫ്ലോട്ട് എന്ന് പറയണമെങ്കിൽ ഇറ്റ് ഇസ് എ ടൈം ബൈ വിച്ച് ദ കംപ്ലീഷൻ ഓഫ് ആൻ ആക്ടിവിറ്റി ക്യാൻ ബി ഡിലേഡ് ഫ്രം ഇറ്റ്സ് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം വിത്തൗട്ട് എഫക്റ്റിംഗ് ദ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം ഓഫ് ദ സക്സീഡിങ് ആക്ടിവിറ്റി ഈസ് കോൾഡ് ഫ്രീ ഫ്ലോട്ട്. ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും അല്ലേ? എ എന്ന് പറഞ്ഞുള്ള ആക്ടിവിറ്റി, അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞുള്ള ആക്ടിവിറ്റി. ഇറ്റ് ഈസ് ദ ടൈം ബൈ വിച്ച് ദ കംപ്ലീഷൻ ഓഫ് എ ആക്ടിവിറ്റി ക്യാൻ ബി ഡിലേഡ്. ദാറ്റ് ഈസ് എ എന്ന് പറഞ്ഞ ആക്ടിവിറ്റി നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻ ബി ഡിലേഡ് ഫ്രം ഇറ്റ്സ് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം. ഇതാണ് ഇതിൻ്റെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം ഉണ്ടാവും, ഒരു പ്രത്യേക ഡ്യൂറേഷൻ. അത് വേണമെങ്കിൽ ഡിലേ ചെയ്യാം വിത്തൗട്ട് എഫക്റ്റിംഗ് ദ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം ഓഫ് ദ സക്സീഡിങ് അടുത്ത ആക്ടിവിറ്റിയുടെ ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈമിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ അതിൻ്റെ മുമ്പുള്ള ആക്ടിവിറ്റിയുടെ ടൈം ഡിലേ ചെയ്യുന്നതിന് ഉള്ള അലോവബിൾ ടൈമിനെയാണ് നമ്മൾ ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഫ്രീ ഫ്ലോട്ടിനെ എഫ് എഫ് എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇത് കാണാനുള്ള ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഇ ഓഫ് ജെ ഇ ജെ മൈനസ് ഇ ഐ മൈനസ് ഇ ഐ മൈനസ് ടി ഐ ജെ ഇസ് ദ ഇ ജെ എന്ന് പറയണമെങ്കിൽ പറയണമെങ്കിൽ ഹെഡ് ഇവൻറ്റും അതുപോലെ തന്നെ ഐ എന്ന് പറയണമെങ്കിൽ ടെയിൽ ഇവൻറ്റുമാണ്. ഏർലിയസ്റ്റ് ടൈം ഓഫ് ഹെഡ് ഇവൻറ്റ് മൈനസ് ഏർലിയസ്റ്റ് ടൈം ഓഫ് ടെയിൽ ഇവൻറ്റ് മൈനസ് ടി ഐ ജെ ഡ്യൂറേഷൻ ഓഫ് ദ ആക്ടിവിറ്റിയാണ് ഫ്രീ ഫ്ലോട്ട് എന്ന് പറയണമെങ്കിൽ. ആൻഡ് നെക്സ്റ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട്. വേറെ ഇക്വേഷൻ കൊണ്ട് ടോട്ടൽ ഫ്ലോട്ട് മൈനസ് ഹെഡ് ഇവൻറ്റ് സ്ലാക്ക്. ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് എന്ന് പറയണമെങ്കിൽ ദ എമൗണ്ട് ഓഫ് ടൈം ബൈ വിച്ച് ദ സ്റ്റാർട്ട് ഓഫ് ആൻ ആക്ടിവിറ്റി ക്യാൻ ബി ഡിലേഡ്. ഓക്കെ, ഇവിടെ കംപ്ലീഷൻ ഓഫ് ദ ആക്ടിവിറ്റി ക്യാൻ ബി ഡിലേഡ് ആയിരുന്നു. പക്ഷേ സ്റ്റാർട്ടിംഗ് ഓഫ് ദ ആക്ടിവിറ്റി ക്യാൻ ബി ഡിലേഡ് വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം ഓഫ് ദ ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ആക്ടിവിറ്റീസ്. അത് ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ആക്ടിവിറ്റീസിൻ്റെ സ്റ്റാർട്ട് ടൈമിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ സ്റ്റാർട്ട് ടൈമിനെ നമ്മൾ ഡിലേ ചെയ്യാം. ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് immediately following activities assuming that the preceding activity has finished at its latest finish time. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് വിചാരിക്കാം. ദ സ്റ്റാർട്ട് ഓഫ് ദ ആക്ടിവിറ്റി, ഈ ആക്ടിവിറ്റിയുടെ ഇപ്പോൾ എ ബി സി. എ എന്ന് പറഞ്ഞ ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ട് നമ്മൾ ഡിലേ ചെയ്യാണ് വിത്തൗട്ട് എഫക്റ്റിംഗ് ദ early start time of B and C, assuming that the preceding activity, അതായത് ഇതിൻ്റെ preceding ആയിട്ടുള്ള ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ preceding ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്തു, അതായത് ചെയ്യാവുന്നതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ടൈമിൽ ഫിനിഷ് ചെയ്തു എന്നുള്ള രീതിയിൽ നമ്മൾ അസ്യൂം ചെയ്യും.
ഇതിൻ്റെ ഡെഫിനിഷനേക്കാളും ഡെഫിനിഷൻ ഓർത്ത് വെച്ചാൽ മതി, പ്രോബ്ലത്തിനാണ് ഇമ്പോർട്ടൻസ്. ഇത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയണമെങ്കിൽ ഇറ്റ് ഈസ് EJ മൈനസ് LI ഓൾ മൈനസ് TIJ. EJ എന്ന് പറയണമെങ്കിൽ ഏർലിയസ്റ്റ് ടൈം ഓഫ് ഹെഡ് ഇവൻറ്റ്, LI എന്ന് പറയണമെങ്കിൽ ലേറ്റസ്റ്റ് ടൈം ഓഫ് ടെയിൽ ഇവൻറ്റ് മൈനസ് ഡ്യൂറേഷൻ ഓഫ് ദ പ്രോജക്റ്റ്. ഇതിങ്ങനെ പഠിക്കണമെങ്കിലാണ്, ഇക്വേഷൻ പഠിക്കണമെങ്കിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് E എന്നും എന്താണ് J എന്നും എന്താണ് L എന്നും എന്താണ് I എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കണം. സോ നെക്സ്റ്റ് ഈസ് ക്രിട്ടിക്കൽ പാത്താണ്. ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞു അല്ലേ, ലോങ്ങസ്റ്റ് പാത്തിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഒന്നുകിൽ ടോട്ടൽ ഫ്ലോട്ട് 0 ആയിട്ടുള്ള പാത്തിനാണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ TL മൈനസ് TE ഈസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ TLJ മൈനസ് TIJ മൈനസ് TEJ ഈസ് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻസ് പറയുന്നുണ്ട്. എങ്ങനെയാണ് ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് പ്രോബ്ലത്തിൽ വളരെ വിശദമായിട്ട് നോക്കാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം പ്രോബ്ലത്തിൻ്റെ സെക്ഷൻ നോക്കുക, കാര്യങ്ങൾ വളരെ ക്ലിയർ ആവും. താങ്ക് യു.